മനേറാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അരി അരയ്ക്കാതെ തന്നെ ഒരു ഗോതമ്പ് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു മുമ്പിൽ നമുക്ക് റവ അപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ സോഫ്റ്റും നല്ല സ്വാദുമാണ്. റവ അപ്പം, റവ ദോശ എല്ലാം വളരെ സ്വാദിഷ്ടമായതാണ്. അപ്പം നിങ്ങളെല്ലാവരും അത് കാണാത്തവരെല്ലാം കാണുക. കുറേ പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങളത് കാണാത്തവർ കാണുക. ഇന്ന് നമുക്ക് അതുപോലെ തന്നെ സ്വാദിഷ്ടമായ ഒരു ഗോതമ്പ് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇടുന്നുണ്ട്, 1/2 കപ്പ് ചോറ് ഇടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് കഴിച്ച് ബാക്കിയുള്ള ചോറ് മതിയാകും. 1/2 കപ്പ് ഇടുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടുകയാണ്. നിങ്ങൾ ഒരുപാട് സമയം വച്ചിരിക്കണതായിരുന്നു, ഒരു 1/4 ടീസ്പൂൺ ഇട്ടാലും മതിയാകും. ഈസ്റ്റ് ഇല്ലാത്തവർ ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ ഇടുക. ഇതൊന്നും യൂസ് ചെയ്യാത്തവർ ഈനോ സോൾട്ട് ഇട്ടാലും മതിയാകും. ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് ഞാൻ ഇപ്പോൾ 2.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അരയ്ക്കാം. അരച്ചിട്ട് ബാക്കി വെള്ളം ആഡ് ചെയ്യാം. എല്ലാ വെള്ളവും ചേർത്ത് ഒഴിച്ച് അരയ്ക്കാൻ പറ്റത്തില്ല, നല്ലപോലെ അരയത്തില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം അരച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് വിട്ടിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ ആ മാവൊക്കെ താഴെ കട്ടി പിടിച്ചിരിക്കും. ഞാൻ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി ജാറ് കൂടെ ഒന്ന് വാഷ് ചെയ്ത് ഒഴിക്കാം. ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം 2.5 കപ്പും ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഞാൻ ഇതിപ്പോൾ ഒരു 3 hours കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഞാൻ പറയാം, ഉണ്ടാക്കാൻ മുമ്പിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ഇനി നമ്മുടെ അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു 4 hours ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല പൊന്തി വന്നിട്ടുണ്ട്. അത് കാണുന്നുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സമയം വേണം, അതായത് ഒരു 5-6 hours വരെ വേണം. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാത്രിക്കാണെങ്കിൽ രാവിലെ നിങ്ങൾ അരച്ച് വെക്കുക. രാവിലത്തേക്കാണെങ്കിൽ മുമ്പത്തെ ദിവസം രാത്രിക്ക് അരച്ച് വെക്കുക. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഇത് നല്ല ഒരു 3 hours തന്നെ ഇവിടെയൊക്കെ നല്ല സെറ്റായി കിട്ടും. നിങ്ങൾക്ക് ഉടനെ വേണമെങ്കിൽ ഉടനെ ഉണ്ടാക്കാം. ഇങ്ങനെ കുറച്ചുകൂടെ സെറ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റായി വെച്ചത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് ഇത് 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഞാൻ ഇപ്പോൾ ചൂടായ അപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതുപോലെ ഈ സൈഡിൽ ഞാൻ ഈ ദോശ തവയിലും ഞാൻ വച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതൊന്ന് കുറച്ച് ബബിൾസ് വന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സാധാരണ മീഡിയം ഫ്ലെയിമിൽ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബബിൾസ് വന്നിട്ട് അടയ്ക്കാം. അപ്പോൾ ബബിൾസ് വന്നിട്ടുണ്ട്, നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പത്തിൻ്റെ തുറന്ന് നോക്കാം. സൈഡ് ലൈറ്റായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ദോശ പോലെ ഒഴിച്ചത് ആയിട്ടുണ്ട്. ഇതൊന്നെടുക്കാം. നല്ല സോഫ്റ്റാണ്. നല്ല പരത്തണ്ട, ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വിട്ടാൽ മതി. ബബിൾസ് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് അടച്ചു വയ്ക്കണം. ഒരെണ്ണം കൂടെ ഞാൻ ഒഴിച്ച് കാണിക്കാം. ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വിടാം. വെയിറ്റ് ചെയ്യാം നമുക്ക് ബബിൾസ് വരുന്നത് വരെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വീറ്റ് അപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്, നിങ്ങൾ കാണുന്നുണ്ട്. നല്ല തിന്നുമാണ്. ആരും ഇത് വീട്ടിലുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അത്രയ്ക്കും സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ ഈ മോഡൽ വേണമെങ്കിൽ നിങ്ങൾ ഇതും ഉണ്ടാക്കാം. ഇതും രണ്ടും നല്ല സോഫ്റ്റുമാണ്. കണ്ട നല്ല പഞ്ഞി പോലെ ഉണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിന് മുമ്പിൽ നമുക്ക് ഇട്ടിട്ടുള്ള റവ അപ്പം, റവ ദോശ എല്ലാം ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.